ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൽക്കനിയിലുള്ള ഒരു ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ട്രിപ്പാണ്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളും ഇതുപോലെ അടുക്കി കെട്ടിയിട്ടുള്ള ഒരു റിവറിൻ്റെ നടുക്കൂടെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2ാം നിലയുടെ മുകളിലായിട്ടുള്ള ഒരു കോഫി ഷോപ്പിലാണ് നമ്മളിവിടെ വന്നിരുന്നത് കോഫി കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഒത്തിരി പേര് നിൽപ്പുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലമാണ്. ഇതിൻ്റെ താഴെ നിന്നാണ് ഒരു ബോട്ട് ട്രിപ്പ് ഉള്ളത്. നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേന് അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 3ഉം ഇവനൊന്ന് ലൂക്കും 4. കേക്ക് എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹർലിംഗ് മോണ്യുമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ മുമ്പിലായിട്ടുള്ള ഈ കോഫി ഷോപ്പിൽ നിന്നാണ് നമ്മൾ കോഫി കുടിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി ബോട്ട് ട്രിപ്പ് ഉണ്ട്. ഇവിടുന്ന് അതിലോട്ട് നമുക്ക് പോകാം. ഈ ഭാഗത്തായിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റിവർ നോർ ലീനിയർ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കനാൽ വോക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് കിട്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങണം. 5 മണിക്കാണ് പറഞ്ഞത്, 4:45 ഉണ്ട്. അവർക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ടിലോട്ട് കയറി നമ്മളാകെ ഇപ്പോൾ 5 പേര് മാത്രമേ പോകുന്നുള്ളൂ. 5 പേർക്ക് മാത്രമേ കണ്ട് കയറാൻ പറ്റത്തുള്ളൂ. എന്നെ പേടിക്കണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. വെള്ളത്തിൽ കയറിയിട്ടില്ലല്ലേ ഇതുവരെ? അതിൻ്റെയാ ഇങ്ങനെ കണ്ടു ഒരു രക്ഷയില്ല. ഇവൻ കണ്ട ബഹിരാകാശത്തെ വരെ പോകുന്ന പോലെ ഉണ്ട്. ഇവിടുന്ന് ബോട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ബോട്ട് എടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാറും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മളങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല അടുക്കി കെട്ടിയിട്ടുള്ള കല്ലുകളൊക്കെയുള്ള വൃത്തിയായിട്ട് കെട്ടിയേക്കുന്ന ഒരു റിവറിൻ്റെ സൈഡ് വഴിയാണ് പോകുന്നത്. ഇതുണ്ട് ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒറ്റ വശത്തോട്ട് ഇതുണ്ടോ വണ്ടിയും റോഡും ബസ്സും എല്ലാം പോകുന്ന ഒരു കാഴ്ചകളും കാണാം. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഹിസ്റ്ററിയും ഈ നദിയുടെയും കാര്യങ്ങളും അല്ലെ ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഇതുകൊണ്ട് പൂക്കൾ തൂക്കി ഇട്ടേക്കുന്നുണ്ട്. ഇതുകൊണ്ട് ബഞ്ച് പോലെ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ തൂക്കി ഇട്ടേക്കുക ഫുള്ള്. ഇതുകൊണ്ട് അടിപൊളി ഒരു പാലത്തിൻ്റെ അടിപൊളിയാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് കണ്ട തിരിക്കാൻ പോവുകയാണ് നമ്മൾ. ഈ കിൽക്കനി ഈ ബോട്ട് ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് boattrips.ie എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. ഏകദേശം ഒരാൾക്ക് 15 യൂറോ വെച്ചാണ് ആകുന്നത്. കുഞ്ഞു പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ 10 യൂറോ വെച്ച് നമ്മൾ പേ ചെയ്യണം. ഏകദേശം 45 മിനിറ്റ് ഇവർ പിന്നെ റിവറിനകത്തോടെ ഇവർ ട്രാവൽ ചെയ്യിക്കുകയും അതുപോലെ തന്നെ ഇവർ ഇതിൽ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇന്ത്യയിലുണ്ടായ സാഹചര്യങ്ങളും ഇവിടെ അയർലൻഡുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. പല സാഹചര്യങ്ങളും പിന്നെ പല ഇവിടെ ഫ്ലഡ് വന്ന് ഇവിടെ പിന്നെ പാലം തകർന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. റീബിൽഡ് ചെയ്ത കാര്യങ്ങളും ഓരോ പാലത്തിനും ഓരോ ഹിസ്റ്ററി ഉണ്ടെന്നും ഓരോ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവർ പറഞ്ഞു തരും. ഇതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ഇവിടുന്ന് താഴോട്ട് വെള്ളച്ചാട്ടമായിട്ടോ ഈ റിവർ ഇതുണ്ട് താഴോട്ട് ഒഴുകുന്നൊരു കാഴ്ച. അവരിവിടെ വന്നിട്ട് ഇതുണ്ട് ഒരുപാട് പേര് ആ സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്നതും അവിടെ ചൂണ്ടയൊക്കെ ഇടുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് നിൽക്കുന്നു. ഒരുപാട് ഇതുപോലുള്ള പറവകൾ ചെറുതാണ്. അത് ഇങ്ങനെ പറന്ന് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാം. ഇവിടെയായിട്ട് ഇവർ ബണ്ട് കെട്ടി വെച്ചേക്കാണ്. ഈ ബണ്ടിലൂടെ തന്നെ ഇതിൻ്റെ മുകളിലൂടെയാണ് വെള്ളം അപ്പുറത്തേക്ക് ചാടുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇങ്ങനെ റിവർ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ബണ്ട് കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഈ ബോട്ട് ഇങ്ങനെ നമുക്കിവിടെ ഇതിങ്ങനെ സഞ്ചരിക്കാനും സാധിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകി പോകും. അതുകൊണ്ട് മീനിനെ നോക്കിയിരിക്കുന്ന പക്ഷിയൊക്കെ ഉണ്ടോ? ഇന്ന് കുറേ പേരിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് പേര് പുറത്തിരുന്ന് വിശ്രമിക്കുകയും ഇതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് കണ്ടോ? അവിടെയായിട്ട് കിൽക്കനി വേൾഡ് വാർ 1 മെമ്മോറിയൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട് ഇതുപോലെയുള്ള മ്യൂറൽസ് ഇവിടെ ഒരുപാട് കാണും. ഇതിനൊരു QR കോഡ് കാണും. അത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇതുണ്ട് അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ കാസിൽ കാണാൻ സാധിക്കും. കിൽക്കനി കാസിലിന് നല്ല അടിപൊളി ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുള്ളൊരു പാലം കണ്ടോ? എന്നാ രസമെന്ന് നോക്കി. ആൾക്കാർ അതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്നുണ്ട്, സൈക്ലിങ്ങും ചെയ്യുന്നുണ്ട് ഒക്കെ ആയിട്ടുള്ള കിട്ടിലൊരു പാലം. അതിൻ്റെ താഴെ കൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ പാലം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് മറ്റേ കിൽക്കനി ആ കാസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട് ഈ റിവറിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ബാറുകളും
റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പാലങ്ങളുണ്ട് ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്നത്. ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരുപാടുണ്ട്. ആ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. ഇപ്പോൾ നമ്മൾ തിരിച്ചിവിടെ വരും. കുറച്ചങ്ങ് ദൂരോട്ട് പോയിട്ട് ശേഷം നമ്മൾ തിരിച്ചു വരും. നമ്മളിപ്പോൾ കാണുന്നതാണ് കിൽക്കനി കാസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ നിന്ന് ബോട്ട് തിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ ഒരു കാഴ്ച. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അടിപൊളിയാണ്, നല്ല വൃത്തിയാണ് കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നു. അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ബോട്ട് ട്രിപ്പായിരുന്നു. ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഇവിടേക്ക് വരുന്നവർ ഉറപ്പായിട്ടും കയറാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പം കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും പക്ഷേ കുഞ്ഞൊരു ട്രിപ്പാണെങ്കിൽ പോലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വെർത്തായിട്ട് തോന്നി. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുപിട്ടാം. അതുവരേക്കും എല്ലാവരും ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഈ ഒരു പാലത്തിൻ്റെ അടിവഴിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തത്. ഇതുകൊണ്ട് ഞങ്ങൾ നടന്ന് നേരത്തെ നമ്മളിത് ഈ താഴെ കാണുന്ന ഈ റിവർ വഴിയാണ്, ഈ നോറ വഴിയാണ് നമ്മൾ ബോട്ടിൽ പോയത്. നമ്മളതിൻ്റെ പാലത്തിൻ്റെ ആ കണ്ട പൂക്കളൊക്കെ വെച്ച് ഈ പാലത്തിൻ്റെ മുകളിലായിട്ട് വന്നു. കണ്ടോ, ഈ ഭാഗത്തായിട്ട് വന്നു. നമുക്കിനി ഇവിടെ നിന്ന് 3-4 ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാൽ